ജോലിക്ക് പോയിട്ട് വരുമ്പോ ചായ കൊടുക്കണമെന്നാണല്ലോ പറഞ്ഞത്. ഈ ചേച്ചിയും ജോലിക്ക് പോകണ്ടേ? ചേച്ചിയും ജോലിക്ക് പോയിട്ട് വരുമ്പോഴോ? അച്ഛൻ പറഞ്ഞത് അതൊരു കറക്റ്റ് ആണ്. ഭാര്യമാര് ജോലിക്ക് പോകുമ്പോ ഭർത്താക്കന്മാര് വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യത്തില്ലയോ? ചെയ്യുന്നുണ്ട്. അല്ല, ഇപ്പൊ ഭാര്യമാര് വീട്ടിൽ ഇരിക്കണോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടുത്തെ നിയമം? ചേട്ടാ ഒരു കാര്യം പറഞ്ഞു. എന്റെ വൈഫ് ഡോക്ടറാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് നിന്നിട്ടുള്ളത്. അപ്പൊ ചേട്ടൻ പറഞ്ഞ അനുസരിച്ച് ആള് ഡോക്ടർ ജോലി ചെയ്യാതെ വീട്ടിലിരുന്ന് ഞാൻ വരുമ്പോ ചായ ഉണ്ടായി തരണമെന്നാണോ? സാർ ഒരു പ്രൊഫഷണൽ ഡോക്ടർ ആയതിന്റെ പേരില് സാറിന്റെ വൈഫും ഡോക്ടർ, നിങ്ങൾക്ക് രണ്ടുപേർക്കും തൊഴിലുണ്ട്. ഞാൻ പറയുന്നത് ഇവിടെ സാധാരണക്കാരായ കുടുംബിനികളുടെ പ്രശ്നമാണ്. ചേട്ടാ സാധാരണക്കാരെ കാര്യമല്ല പറഞ്ഞത്. തൊഴിലുറപ്പിന് പോകുന്ന ചേച്ചിമാര് ഡോക്ടർ ആവണമെന്നില്ല. തൊഴിലുറപ്പിന് പോകുന്ന ചേച്ചിമാരുടെ ഭർത്താക്കന്മാരോ വലിയ നിങ്ങൾ വേണ്ട ഡോക്ടർ വിധി. ഞാൻ നിങ്ങൾ സാവകാശം കേൾക്കാന്നാണ് എനിക്ക് ഞാൻ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 1 ലക്ഷം രൂപ എനിക്ക് ഇൻകം ഉണ്ട് ഒരു ദിവസം. ഞാൻ പണ്ടൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഞാൻ ഈ 1 ലക്ഷം രൂപ ആർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം? ഈ പൈസ എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നിക്ക് ഞാൻ സ്പെൻഡ് ചെയ്യുന്നു. എനിക്ക് ആ വീട്ടിൽ നിന്ന് കിട്ടുന്ന എന്താണ്? എനിക്ക് കിട്ടേണ്ടത് എന്റെ ഭാര്യയിൽ നിന്ന് സ്നേഹവും കരുണയും കരുതലും. ഒരു മിനിറ്റ് ഞാൻ പണി ക്ഷീണിച്ച് വരുന്ന എന്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ട ആഹാരങ്ങളും പാനീയങ്ങളും എനിക്ക് ഒരുക്കി തരിക. അതാണ് ഭാര്യ. ഈ ബാക്കി വരുന്ന കംപ്ലീറ്റ് ഇൻകമും എന്റെ ഭാര്യയും എന്റെ മക്കളാണ് ഫ്യൂച്ചറിൽ ഉപയോഗിക്കാൻ പോകുന്നത്. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. 1 ലക്ഷം രൂപ വരുമാനമുണ്ട്. ഭാര്യയ്ക്ക് 2 ലക്ഷം രൂപ വരുമാനമുള്ള ജോലി കിട്ടിയാൽ ഇദ്ദേഹം വീട്ടിൽ ഇരുന്ന് ഈ ജോലികളെല്ലാം ചെയ്യുമോ? അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇന്ന് പല പുരുഷന്മാരും വീട്ടിൽ കഴിയുന്നുണ്ട്. പല പുരുഷന്മാരും വീട്ടിൽ ജോലി ചെയ്യുന്നുണ്ട്. നിങ്ങൾ തയ്യാറാണ്? നിങ്ങൾക്ക് പൈസയാണോ വേണ്ടത്, ഭാര്യനെയാണോ വേണ്ടത്? ഏതാണ് വലുത്, പൈസയാണോ അല്ലെങ്കിൽ സ്നേഹിക്കാൻ ഒരു ഭാര്യനെയാണോ? ഞങ്ങൾക്ക് വേണ്ടത് കുടുംബ ബന്ധമാണ്. കുടുംബ ബന്ധമാണ് ഞങ്ങൾക്ക് വേണ്ടത്. സാമൂഹ്യ പ്രതിബദ്ധത കുടുംബ ബന്ധമാണ് ഞങ്ങൾക്ക് വേണ്ടത്. വിവാഹമോചനം ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഈ ഡൗറിയുടെ കേസിലല്ല. അത് ആദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. ചേട്ടനെ പോലെ ചിന്താഗതിയുള്ള ആണുങ്ങളെ പേടിച്ചിട്ടാണ് ഇവിടെ. പിന്നെ ഞാനൊരു കാര്യം പറയാം. ചിന്താഗതി പറയുന്നു പുരുഷന്മാരുടെ ചിന്താഗതിയാണ് ഈ കുഴപ്പമെന്ന്. നിങ്ങളെ പോലെ ചിന്തിക്കണം എല്ലാ പുരുഷന്മാരും. പ്രശ്നം ഞാൻ ഉൾപ്പെടെയാണ് പുരുഷൻ. അപ്പൊ പുരുഷന്മാരുടെ ചിന്താഗതിയാണെന്ന് പറഞ്ഞത് താങ്കൾ ഉൾപ്പെടെ പോലെയുള്ള ഞാനൊരു പിതാ. എനിക്കൊരു അടിപൊളി ഫാദർ ഉണ്ട്. ഹീസ് എ അടിപൊളി ഹസ്ബൻഡ്. നല്ലൊരു ഭർത്താവിനെ ഞാൻ കണ്ടിട്ടുള്ളതാണ് എന്റെ വീട്ടില്. ഇങ്ങളെപ്പോലെ ചിന്തിക്കണല്ലോ. ഇപ്പൊ പറഞ്ഞല്ലോ നിങ്ങള് അങ്ങനെ അംഗീകരിക്കുന്ന ഒരാള് കൈ പൊന്തിക്കോ? ഇപ്പൊ ഈ ചേട്ടൻ പറഞ്ഞ പോലത്തെ ഭാര്യനെയാണ് ആഗ്രഹിക്കുന്നതെന്ന് തോന്നുന്നത്. ഇവിടുത്തെ ഏതെങ്കിലും ഒരു പുരുഷന്മാരോ സ്ത്രീയോ കൈ പൊന്തിക്കോ? ഇത് അംഗീകരിക്കാത്തത് കൊണ്ടാണ് ഇവിടെ പുരുഷ ആത്മഹത്യകൾ കൂടുന്നതും. എന്റെ അനുഭവങ്ങൾ വെളിപ്പെടുത്താൻ നിങ്ങൾ അംഗീകരിക്കും? അദ്ദേഹത്തിന് താങ്കളുടെ വൈഫ് കൂടെ ഉണ്ട്, താങ്കൾക്ക് വെളിപ്പെടുത്താൻ. കാരണം അവർക്ക് പറയാനുണ്ടാവും. എനിക്കുണ്ടായിരിക്കും എന്ന് നിങ്ങൾ അംഗീകരിക്കുമ്പോഴത്തേക്ക് സമൂഹത്തിൽ ഇമാതിരിയുള്ള പുരുഷന്മാർ ഇത് അനുഭവിക്കുന്നുണ്ട് എന്ന്. പുരുഷ കമ്മീഷന്റെ ആരാന്ന് പറഞ്ഞേ? പുരുഷ കമ്മീഷന്റെ ആരാണ്? ഞാന് ഒരു പ്രവർത്തകനാണ്. അതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.